ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ചിക്കൻ ടിക്കയാണ് ചെയ്യാൻ പോകുന്നത്. അതേ ടേസ്റ്റിൽ ഓവനും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ, നാനിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പതാ നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 500 ഗ്രാം നമ്മുടെ ചിക്കൻ നോർമൽ പീസായിട്ട് കട്ട് ചെയ്ത ഇത് നമുക്ക് ബോൺലെസ് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും പോലെ ക്യൂബായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാ ചിക്കൻ മാത്രം എടുത്ത് അതിലും നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ചിക്കന് ആദ്യം ഒരു ചെറിയ മാരിനേഷൻ ചെയ്തിട്ട് ഇത് സോഫ്റ്റ് ആകാൻ വെക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചത്, അതേപോലെ 1/2 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടിയും. ഇത് ഫുള്ളല്ല കേട്ടോ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, ലെമൺ ജ്യൂസ് കൂടി ചേർത്തിട്ട് ഇത് കംപ്ലീറ്റ് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പിടിച്ചിട്ട് 1 മണിക്കൂർ വെക്കണം. അപ്പം എന്ത് ചെയ്യുന്നറിയാം, ഈ ലെമൺ ജ്യൂസ് ഒക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയി. എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് നമ്മളെ ടിക്കയ്ക്ക് ആവശ്യമുള്ള മസാല തേക്കണം. ഓക്കെ, ഇപ്പം ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി അടുത്ത മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിനിതാ ഒരു 5 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ട തൈര് അയക്കണേ, വെള്ളം ഉണ്ടാവാൻ പാടില്ല. തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. ഇനി അതിലേക്ക് 1 ടീസ്പൂണൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂണ് നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ട്. അതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ട്. ഒരു 1/2 to 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ഗരം മസാല ഉണ്ട്. അതേപോലെ 1 ടീസ്പൂണ് ചാറ്റ് മസാല ഉണ്ട്. ഇത് 4 ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനി 1 ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ച്, ക്യുമിൻ സീഡ്സ് പൗഡറാണ്. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ് ആണ്. ഇത് കാശ്മീരി ചില്ലിന്റെ കുരു കളഞ്ഞതാണ്. ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് എടുത്തിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്താണ്. ഇത് നല്ലൊരു കളർ കൊടുക്കും നമ്മളെ ടിക്കക്ക്. അതിനു വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ കളർ കിട്ടണമെന്നില്ല കേട്ടോ. ഇതുപോലെ പേസ്റ്റ് ആക്കിയാൽ മാത്രമേ ആ ഒരു കളർ കിട്ടുള്ളൂ. ഇതുകൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇതൊരു 1.5 ടീസ്പൂൺ ഉണ്ട്, അതായത് 1/2 ടേബിൾ സ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഏത് കുക്കിംഗ് ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പുപൊടി, നേരത്തെ കുറച്ച് ചിക്കനിൽ ചേർത്തല്ലേ, കുറച്ച് ഉപ്പുപൊടി ചേർക്കണ്ടേ. തൈരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടിക്ക മസാല. ഇതാണ് നമ്മുടെ മസാല. ഇതിലിപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെഡ് കളർ വേണമെങ്കിൽ ഇത്തിരി ഓറഞ്ച് റെഡ് കളർ കൂടി ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ മേലേക്ക് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഈ മസാല ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. 4-5 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാട്ടോ. ഞാൻ നന്നായിട്ട് മസാല ഒക്കെ പുരട്ടി ഇവിടെ റെഡിയാണ്. ഇത് നന്നായിട്ട് ഇനി കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ടിക്ക ഉണ്ടാക്കാം. ഇതൊരു 3 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കട്ടോ. ഞാനിപ്പം തവയിലാണ് ചെയ്യുന്നത്, നോർമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ. അല്ലാത്തവർക്ക് നമുക്കിത് ഓവനിൽ ചെയ്യാം. ഓവനിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ എല്ലില്ലാത്ത പീസാണെങ്കിൽ സ്ക്വയറിൽ കുത്തിയിട്ട് ഓവനിൽ വെക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വിരിച്ചിട്ട് അതിൽ ഡയറക്റ്റ് വെച്ചിട്ട് ഓവനിൽ വെച്ചെടുത്താലും മതി. ഒരു 240 ഒരു 20 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് അതിനനുസരിച്ച് ഓരോ ഓവൻ അനുസരിച്ച് മാറും. പക്ഷെ ഞാനിപ്പം ചെയ്യുന്നത് ഓവൻ ഒന്നും ഇല്ലാതെ നോർമലി സ്റ്റൗ ടോപ്പിൽ എങ്ങനെ ചെയ്തെടുക്കാന്നാണ്. ഞാനൊരു കടായി വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒത്തിരി ബട്ടർ, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇട്ടാലും ഒരു ടേസ്റ്റാണ്, ഇട്ട് കൊടുക്കാനേ. ഇതിൻ്റെ കൂടെ ബട്ടറൊക്കെ മെൽറ്റായി. ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് തന്തൂരി ചെയ്തില്ലേ, അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ.
ഇതാ ഞാൻ എല്ലാം ഇട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് തീ കുറച്ച് വെച്ച് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ചിക്കൻ കുക്കാകുന്ന വരെ. 20 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇതാ ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ തീ കുറച്ചു. എനിക്കൊന്ന് അടച്ച് വെക്കാൻ പോവുകയാണേ. ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായി ചിക്കൻ വെന്തുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒരു ഗ്രില്ലിലേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണേ. അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാർക്കോൾ പുകയിച്ചിട്ട് ഒരു ഇതിൽ വെച്ച് ഒരിത്തിരി ഓയിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. അതിന് മുമ്പ് അത് ഒന്നുകൂടി നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇതിൽ തന്നെ ഒന്ന് നന്നായിട്ട് പൊരിക്കുക. എന്നതിന് ശേഷം ചാർക്കോൾ വെച്ചിട്ട് പൊരിക്കുക. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്മോക്ക് ഫീലിങ്ങും കിട്ടും. ആ കറക്റ്റ് ടിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഞാനിപ്പം നമ്മൾ ചിക്കനൊക്കെ ചൂട് നമ്മൾ തന്തൂരി ചെയ്തില്ലേ അതേപോലെ ഇതിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചെടുക്കുകയാണേ. ഇതാ ഞാൻ ഇതുപോലെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ നടുവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ തീ ഓണാക്കി കൊടുത്തതിൽ ചെറുതായിട്ട് ഒന്ന് കൂട്ടി കൊടുക്കട്ടെ. എന്നിട്ട് 2 ഭാഗം ഒന്നൊന്ന് മൊരിച്ചെടുക്കാം. ഭയങ്കര ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴുള്ള ഓയിലില്ലേ അതിൽ ഇത്തിരി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയെ. കുറച്ചെടുത്തിട്ട് സ്പൂണിലാക്കിയോ അല്ലെ ബ്രഷ്മലാക്കിയിട്ടോ. ഇതാ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആട്ടോ. 2 ഭാഗമായിട്ട് നല്ല അതേ നമ്മൾ ഈ കടന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ അതേ സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ ഫുള്ളാ ഒരു സ്മെല്ല. അപ്പൊ ഇതാ ഇത് ചിലരിനി ഇത് വെച്ചിട്ട് മസാല ഉണ്ടാക്കും. ചിക്കൻ ടിക്ക മസാല ഗ്രേവി. അത് നമുക്ക് ഇത്തിരി ഓയിലും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നേരത്തെ ആ മസാല പുരട്ടി മസാലയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു ഗ്രീൻ ചട്ടിനിയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സോസോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഞാനും ചപ്പാത്തിയും ഒക്കെയാണ് ഇനി ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാനോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചിക്കൻ ടിക്ക ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം മതി, കുറച്ച് ചിക്കനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.